சாஃப்டர். எங்கள் வீட்டில் ஒரு ஸ்பெஷாலிட்டி பண்ணுவோம், சேமியா பகாலாபாத். அதாவது கர்ட் ரைஸ் வந்து சேமியாவில் பண்ணுவாங்க. அது எங்கள் அப்பாவோட ஸ்பெஷாலிட்டி. அந்த வறுத்த சேமியாலையா வறுத்துட்டு பண்ணுவாங்களா இல்லை அப்படி சேமியா வந்து சாஃப்ட் ആക്കിடுவாங்க, കുക്ക് பண்ணிடுவாங்க. അതിൽ வந்து അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ഈ ഒരു ഐറ്റാണ് കേട്ടോ ഇന്ന് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്, സേമിയ ബഗാലാബാത്ത്. നമ്മൾ തൈരും സേമിയൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നത് നോക്കാമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് സേമിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ചെറിയ ടൈപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്ത സേമിയാണെങ്കിൽ പിന്നെ നമുക്ക് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സേമിയ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 3 കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഞാൻ ഈ വറുത്ത അതേ ചട്ടിയിലേക്ക് അങ്ങ് ഒഴിക്കുകയാണ് ചെയ്തത്. അതല്ല, നിങ്ങൾ ചൂടുവെള്ളം അങ്ങനെ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് സേമിയ ഇട്ട് വേവിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ അതേ സേമിയ നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. സേമിയ ചൂടോടുകൂടി വെച്ചാൽ കട്ടയാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് വേണം വെക്കാനായിട്ട് കേട്ടോ. വേറൊരു പാത്രം എടുക്കാം. ഇതിലേക്ക് 1.5 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഈ ഉടച്ചെടുത്ത തൈരിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സേമിയ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് തൈര് പോരാന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതും ഉടച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് എന്ന് മാത്രം. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിത് 1.5 കപ്പ് തൈരാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമുക്കത് മാറ്റി വെക്കാം. ഇനി വേറൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് നെയ്യിൽ നിങ്ങൾക്ക് ഇത് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കാഷ്യൂനട്ടും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ റൈസിൻസും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്തതിന് ശേഷം ഈ ഒരു കാഷ്യൂനട്ടും റൈസിൻസും ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതേ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഉഴുന്നാണ് കേട്ടോ. 1/2 ടീസ്പൂണോളം ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഉണ്ടമുളക് ആയതുകൊണ്ടാണ് കുറച്ച് അധികം എടുത്തേക്കുന്നത്. കൂടെ തന്നെ നമ്മൾ 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് വറവായതിനു ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സേമിയ തൈര് മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. കൂടെ നമ്മൾ 1 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കാഷ്യൂനട്ടും റൈസിൻസ് ഉണ്ടല്ലോ, അതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പോളം മുന്തിരിയാണ് കേട്ടോ. കൂടെ നമ്മൾ മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോമിഗ്രാനൈറ്റോ അതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പച്ചമുളക് ഇതിലേക്ക് അതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മളിത് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഐറ്റം ചെയ്തെടുക്കാനായിട്ട്, സേമിയ ബഗാലാബാത്ത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും. നമ്മുടെ കേർഡ് റൈസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.